നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരടിപൊളി സിനിമയാണ്. ഈ സിനിമയുടെ തിരക്കഥ കിടുവാണ്, ഇതിന്റെ സ്ക്രീൻ പ്ലേ കിടുവാണ്. എന്തുകൊണ്ടും മികച്ചൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ചെറിയൊരു ത്രെഡിൽ നിന്നായിരിക്കും തുടങ്ങുക. പിന്നെ അത് വലുതായി കുറെ ആളുകളെല്ലാം വന്ന് ഒരു വമ്പൻ കഥയായി മാറും. അതായത് ഒരു ക്ലാസിക് സിനിമ കാണുമ്പോൾ എങ്ങനെയിരിക്കും അതുപോലെയുള്ള ഒരു സിനിമ. എന്തായാലും ഞാൻ ഈ സിനിമയുടെ ഒരു വൺലൈൻ പറഞ്ഞുതരാം. ഇംഗ്ലണ്ടിലെ ഒരു വലിയ ബിസിനസ്സുകാരൻ, അങ്ങേരൊരു ഗ്യാങ്സ്റ്റർ കൂടിയാണ്. അങ്ങേരുടെ ജോലിയെല്ലാം അവസാനിപ്പിക്കാനായി തീരുമാനിക്കുകയാണ്. ഇപ്പൊ കയ്യിൽ ഇഷ്ടം പോലെ കാശല്ലാണ്ട് ഇനി സമാധാനത്തിന്റെ പാതയിൽ ജീവിക്കാനാണ് വിചാരിക്കുന്നത്. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കുന്ന മറ്റു ശക്തികൾക്ക് അങ്ങേരുടെ ബിസിനസ്സിലേക്ക് ഒരു നോട്ടം വരികയാണ്. പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിലെല്ലാം കാണിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് 2019 റിലീസ് ചെയ്ത ദ ജെന്റിൽമാൻ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ മൈക്കിൾ അങ്ങേര് ഒരു കഫേയിലേക്ക് വന്ന് മദ്യപിക്കാനായി ഇരിക്കുകയാണ്. ഈ സമയം അങ്ങേര് തന്നെ പറയുന്നൊരു കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. രാജാവാകണമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമല്ല, രാജാവിനെ പോലെ അഭിനയിച്ചിട്ടും കാര്യമല്ല, രാജാവ് തന്നെ ആയിരിക്കണം. അതിലൊരു സംശയവും വരാൻ പാടില്ല. സംശയങ്ങൾ നമ്മൾ അബദ്ധത്തിൽ ചെന്നെത്തിക്കും. അങ്ങനെ അങ്ങേര് ഫോൺ എടുത്ത് ഭാര്യയെ കോൾ ചെയ്ത് നമുക്കിന്ന് പുറത്തു പോകാമെന്ന് പറയാണ്. എന്നാൽ ഈ സമയം ഭാര്യ എന്തോ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണോ എന്നൊരു സംശയം അവളൊന്നും സംസാരിക്കുന്നില്ല. ഇതേ സമയം തന്നെ മൈക്കിളിന്റെ തൊട്ട് പിന്നെ ഒരുത്തൻ വന്ന് ഗണ്ണ് പിടിച്ച് നിൽക്കുന്ന കാണാം. അവനത് പൊട്ടിച്ചു. പിന്നെ അവിടെ എന്ത് സംഭവിച്ചെന്നറിയില്ല. പിന്നെ നമ്മൾ കാണുന്നത് മൈക്കിളിന്റെ ഏറ്റവും വിശ്വസ്തനായ സഹായിയാണ്. അങ്ങേരുടെ പേരാണ് അലക്സ്. അങ്ങേര് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് തൊട്ട് പിന്നിൽ മറ്റാരോ നിൽക്കുന്ന പോലെ. നോക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവ് അങ്ങേരിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ അലക്സിനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനാണ്. കാര്യം എന്താന്ന് വെച്ചാൽ നാട്ടിലൊരു ന്യൂസ് ടീമിന്റെ വലിയ മുതലാളിയായിട്ടുള്ള അങ്ങേരെ നമുക്ക് റിപ്പോർട്ടർ എന്ന് വിളിക്കാം. അങ്ങേർക്ക് അലക്സിന്റെ ബോസ് ആയിട്ടുള്ള മൈക്കിളിനോട് എന്തോ ഒരു ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ മൈക്കിളിനെ ഇല്ലാതാക്കണമെന്നാണ് അങ്ങേരുടെ മനസ്സിൽ. അതുകൊണ്ട് മൈക്കിളിനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിക്കാനായി അങ്ങേര് ഈ ഡിറ്റക്റ്റീവിനെ പറഞ്ഞയച്ചു. അങ്ങനെ ഈ ഡിറ്റക്റ്റീവ് മൈക്കിളിനെതിരായി മൈക്കിളിനെ ജയിലിൽ കയറ്റാൻ പറ്റുന്ന പല കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതിൻ്റെ എല്ലാം വീഡിയോ, ഫോട്ടോ, മെമ്മറി അതെല്ലാം അങ്ങേരുടെ കയ്യിലുണ്ട്. മാത്രമല്ല മൈക്കിളിന്റെ ജീവിതം വെച്ച് അങ്ങേര് ഒരു സിനിമ ചെയ്യാനും തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കഥയും മുന്നിലേക്ക് വെച്ചെടുക്കും. അതെല്ലാം കൂടെ പുറത്തു വന്നാൽ പിന്നെ മൈക്കിൾ അകത്ത് കയറേണ്ടി വരും. അതുകൊണ്ട് ഈ ഡിറ്റക്റ്റീവ് പറയും, നിന്റെ ബോസിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, അതുകൊണ്ട് നീ എനിക്ക് 20 മില്യൺ പൗണ്ട് തന്നാൽ ഈ തെളിവുകളെല്ലാം ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരും. പിന്നെ നിന്റെ മൈക്കിളിന് യാതൊരു പ്രശ്നവുമില്ല, നിനക്കും ഒരു കുഴപ്പമില്ല. അലക്സ് ചോദിക്കും, 20 മില്യൺ പൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലല്ലേ? അതിന് അങ്ങേര് പറയും, അതെന്തുകൊണ്ടാണ് കൂടിയതെന്ന് ഞാൻ നിനക്കൊരു കഥയിലൂടെ പറഞ്ഞുതരാം. ഞാനൊരു സിനിമ പോലെയാണ് പറയാൻ പോകുന്നത്, വാ നീ എൻ്റെ കൂടെ കളിക്ക്. എന്ന് അലക്സ് പറയും, ഞാൻ വരില്ല എന്ന്. അതിന് ഡിറ്റക്റ്റീവ്, നീ ഇപ്പം വന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അലക്സ് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ച് നേരെ അങ്ങോട്ട് ചെല്ലും. ഇനി അങ്ങോട്ട് ഈ ഡിറ്റക്റ്റീവ് പറയുന്ന കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ കഥ ഇപ്പം ഞാനാണ് പറയുന്നത്, എന്നാലും അങ്ങേരാണ് ഈ കഥ പറയുന്നത്. ഓക്കെ, എന്തായാലും ഈ കഥ അലക്സിന്റെ ബോസ് മൈക്കിളിന്റെ കഥയാണ്. ഏതാണ്ട് മൈക്കിളിന്റെ യൗവനകാലമായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഗ്ലാമറാണ്. വീട്ടിൽ നിന്ന് പഠിക്കാൻ വിട്ടാൽ അങ്ങേര് പഠിക്കാൻ പോവുകയില്ല. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ മൈക്കിളിന് എന്തോ ഒരു ഭ്രാന്തുണ്ടായിരുന്നു, ചെടികളെക്കുറിച്ച് പഠിക്കുന്ന കാര്യത്തിൽ. അങ്ങനെ ചെടികളെക്കുറിച്ച് പഠിച്ച് കഞ്ചാവിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ മികച്ച കഞ്ചാവ് ചെടികൾ കൃഷി ചെയ്ത് അതെല്ലാം വിറ്റുകൊണ്ട് കാശുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അതുകൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മൈക്കിള് കയ്യിൽ ആയുധങ്ങൾ എടുക്കാൻ തുടങ്ങി. കയ്യിൽ ചോരക്കറ പറ്റാൻ തുടങ്ങി. അങ്ങനെ വളർന്നു വന്ന മൈക്കിളിനിപ്പോൾ 500 മില്യൺ, 600 മില്യൺ, 700 മില്യൺ നമുക്ക് പോലും അറിയാൻ പറ്റാത്തത്ര വലിയ ആസ്തിയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മൈക്കിൾ ഒന്ന് മയപ്പെട്ടു. അവനിതെല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അവൻ്റെ ഈ ഒരു ബിസിനസ് കൈമാറാനായി ഒരു അമേരിക്കക്കാരനെ അവൻ കണ്ടുപിടിച്ചു, മാത്യു. ആളൊരു അമേരിക്കക്കാരനാണ്, വലിയ ബിസിനസ്സുകാരനാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും മൈക്കിളിന്റെ ഈ ഒരു ബിസിനസ് കൊണ്ടു നടത്തിയാൽ മാത്രം മതി. എന്നാൽ മൈക്കിളിന്റെ ബിസിനസ് എന്താന്ന് വെച്ചാൽ കഞ്ചാവ് കച്ചവടമാണ്. വർഷത്തിൽ ടൺ കണക്കിനാണ് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ കഞ്ചാവ് നിയമത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ കണ്ണിപ്പെടാതെ വേണം ഈ ഒരു ബിസിനസ് ചെയ്യാനായി. പക്ഷേ മൈക്കിളിന്റെ കയ്യിൽ നിന്ന് ഈ ബിസിനസ് വാങ്ങിക്കാനായി വന്ന അമേരിക്കൻ ബിസിനസ്സുകാരന് മൈക്കിൾ എവിടെ വെച്ചാണ് ടൺ കണക്കിന് കഞ്ചാവ് കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടില്ല. പാടത്തോ പറമ്പിലോ വെച്ച് ചെയ്താൽ എന്തായാലും ഗവൺമെന്റ് കണ്ടുപിടിക്കും. അതും വലിയൊരു സ്ഥലം വേണം അതിന്. എന്തായാലും മൈക്കിള് ആ ബിസിനസ്സുകാരന്റെ കയ്യിൽ നിന്ന് $400 മില്യൺ ഈ ഒരു ബിസിനസ് കൈമാറാനായി വിൽക്കാനായി ചോദിക്കുന്നത്. ഡിറ്റക്റ്റീവ് പറയും, ഇത്രയും വലിയൊരു ബിസിനസ് പൊളിക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ രേഖകളുണ്ട്. അതെല്ലാം നിന്റെ കയ്യിലേക്ക് വെച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിനായി ഞാൻ നിന്റെ ബോസിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ കാശൊന്നും ചോദിക്കുന്നില്ലല്ലോ. എനിക്ക് പണത്തോട് ആർത്തി ഉണ്ടായിരുന്നതിൽ ഞാൻ ഈ ബിസിനസിന്റെ പാതിയായിരിക്കും ചോദിക്കുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വെറും 20 മില്യൺ പൗണ്ടാണ്. ഇതിൽ നിനക്ക് ലാഭമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് നീ വിചാരിക്കല്ലേ. എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ നിനക്കും തരും. ആ റിപ്പോർട്ടറാണേൽ മൈക്കിളിനെതിരായി എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനായി കാത്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അലക്സ് ചോദിക്കും,
എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ടറിന് മൈക്കിളിനോട് ഇത്ര ദേഷ്യം? കാര്യം എന്താന്ന് വെച്ചാൽ ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ ആ റിപ്പോർട്ടർ മൈക്കിളിന് കൈ കൊടുത്തു. പക്ഷേ മൈക്കിൾ കൈ കൊടുത്തില്ല. അതിന്റെ കാരണം മൈക്കിളിന് വേണ്ടപ്പെട്ട ഒരാളെ കുറിച്ച് ഈ റിപ്പോർട്ടർ പത്രത്തിൽ മോശമായി ചിത്രീകരിച്ചു. അങ്ങേർക്ക് വീട്ടിലെ വേലക്കാരനുമായി എന്തോ ഒരു ഇടപാടുണ്ടെന്ന് അങ്ങേര് പറഞ്ഞു വരുത്തി. അതോടുകൂടെ അങ്ങേര് ആത്മഹത്യ ചെയ്തു. അങ്ങേരുടെ ഭാര്യ അങ്ങേര് ഇട്ടേച്ചു പോയി. ബിസിനസ് എല്ലാം പടുകുഴിയിലേക്ക് വീണു. മക്കളെല്ലാവരും അങ്ങേര് എതിർത്ത് പറയുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാല് ആ കുടുംബം അങ്ങനെ ഇല്ലാതായി. അതിന്റെ ദേഷ്യത്തിലാണ് മൈക്കിൾ കൈ കൊടുക്കാതിരുന്നത്. പക്ഷേ റിപ്പോർട്ടറോട് ആരും അങ്ങനെ ഇതുപോലെ പ്രശ്നത്തിനൊന്നും നിൽക്കാറുള്ളതല്ല. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങേര് അവരെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പത്രത്തിൽ പടച്ചുവിടും. അതുകൊണ്ട് ആരും ഒന്നും പ്രശ്നത്തിന് നിൽക്കാറുള്ളതല്ല. പക്ഷെ നമ്മുടെ മൈക്കിള് അങ്ങേരോടൊന്ന് എതിർത്തു. അതാ റിപ്പോർട്ടർക്ക് വലിയ നാണക്കേടായി. അങ്ങേര് ചമ്മി ചമ്മി നാറപ്പെട്ടു. അതിന്റെ ദേഷ്യമാണ് അങ്ങേരുടെ ഉള്ളി ഇപ്പൊ തളയ്ക്കുന്നത്. ഡിറ്റക്റ്റീവ് പറയും, നമ്മളിപ്പോൾ കഥയിൽ നിന്ന് പിന്നെയും മാറിപ്പോവാണ്. നമുക്ക് വീണ്ടും കഥയിലേക്ക് തന്നെ വരാം. അമേരിക്കൻ ബിസിനസ്സുകാരന് മൈക്കിൾ എവിടെ വെച്ചാണ് ഈ കഞ്ചാവുകളെല്ലാം വളർത്തുന്നതെന്ന് മനസ്സിലായാൽ മാത്രമേ ഈ ബിസിനസ് വാങ്ങിക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് മൈക്കിൾ ഇപ്പോൾ അവൻ ആ സ്ഥലം കാണിച്ചു കൊടുക്കാനായി പോവാണ്. ഇത്രയും വലിയൊരു കൃഷി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാടത്തോ പറമ്പിലോ ഒന്നും വളർത്താനായി പറ്റില്ല, ചെയ്യാനായി പറ്റില്ല. ഇനിയെങ്ങാനും ഏതെങ്കിലും കുനിഷ്ട് പിടിച്ച സ്ഥലത്ത് പോയി ചെയ്താൽ അങ്ങോട്ട് യാത്രക്കാരായി പല ആളുകൾ ഉണ്ടാകും. അവരെല്ലാവരും വീഡിയോ എടുക്കും, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ഇനിയെങ്ങാനും ആരും വരാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്താലോ അവിടേക്ക് ഡ്രോൺ എത്തും, ഗൂഗിൾ ക്യാമറ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മൈക്കിള് ഇതെല്ലാം എവിടെയാണ് വളർത്തുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ ഇഷ്ടം പോലെ ജന്മിമാരുണ്ട്. അതായത് പാരമ്പര്യമായി സ്വത്തും വീടുമെല്ലാം കൈമാറ്റം ചെയ്തു വന്ന വലിയ പ്രഭുക്കന്മാരും ജന്മിമാരും ഒക്കെയുണ്ട്. പക്ഷേ കാലം പഴയ കാലത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് മാറിയപ്പോൾ അവർക്ക് സ്വത്തുക്കളെല്ലാം ഉണ്ട്. പക്ഷെ കയ്യിൽ കാശില്ലാതെ ഇരുന്നാൽ വലിയ എസ്റ്റേറ്റ്, വലിയ വീടുകൾ, അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനായി പറ്റില്ല. ഇനി അതെല്ലാം കൂടെ വിൽക്കാനായി തീരുമാനിച്ചാലോ വലിയ അപമാനമായിരിക്കും. അതുകൊണ്ട് പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ മൈക്കിൾ അങ്ങോട്ട് ചെല്ലുന്നത്. മൈക്കിൾ അവരുടെ എസ്റ്റേറ്റിൽ പല പരിപാടികളും നടത്തും എന്നവരോട് പറയും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവരറിയേണ്ട ആവശ്യമില്ല. അവർക്ക് മാസാമാസം കയ്യിലേക്ക് കാശ് കിട്ടും. മൈക്കിൾ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോഴും അങ്ങേർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മൈക്കിൾ അങ്ങേരെയും കൊണ്ട് നേരെ ചെല്ലുന്നത് ഒരു കണ്ടെയ്നറിന്റെ അടുത്തേക്കാണ്. അതിനകത്ത് ചെല്ലുന്നേരം ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നീക്കി വാതിൽ തുറന്നാൽ പിന്നെ താഴേക്കൊരു വഴിയാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക വലിയൊരു പ്ലാന്റ്, വലിയൊരു കഞ്ചാവ് ചെടിയുടെ പ്ലാന്റ്. അവിടെയാണ് പൊന്നു വിളയുന്നത്. ഇതെല്ലാം കാണുന്ന അമേരിക്കൻ ബിസിനസ്സുകാരന് പെരുത്തങ്ങ് ഇഷ്ടമായി. എന്നാലും അമേരിക്കൻ ബിസിനസ്സുകാരൻ അറിയാം ഇത് മൈക്കിളിന്റെ പാതി സ്ഥലം പോലും ആയിട്ടില്ല. അവൻ ഇനിയും ഇതുപോലെ പ്ലാന്റുകളുണ്ട്. മൈക്കിൾ പറയും, എനിക്ക് ഈ ബിസിനസ് ഇനിയും കൊണ്ടു നടത്താനായി വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കയ്യിലേക്ക് തരുന്നത്. നിനക്ക് വേണേൽ നിന്റെ ഭാര്യയുടെ കൂടെ കുട്ടികളുടെ കൂടെ വൈകുന്നേരമൊക്കെ സംസാരിച്ച് ഇവിടെ ഇരിക്കാൻ ചെയ്യാം. അപ്പോഴാണ് ഡിറ്റക്റ്റീവ് അലക്സിനോട് ഡ്രൈ ഐ എന്ന് പേരുള്ള മറ്റൊരുത്തനെ കുറിച്ച് പറയാ. അവനെക്കുറിച്ച് ഒന്ന് പൊലിപ്പിച്ചാണ് പറയുന്നത്. എന്നാൽ അലക്സ് പറയും, എനിക്ക് അവനറിയാം, അവൻ അങ്ങനെയൊന്നും അല്ലല്ലോ. അതിന് ഡിറ്റക്റ്റീവ്, ഓ ഓക്കെ, അവൻ എങ്ങനെയൊന്നുമല്ല, നീ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് നോക്കിയതാ. ഓക്കെ, അവൻ ഒരുവിധപ്പെട്ട ഭാഷകളെല്ലാം അറിയാം. പക്ഷെ അറിയാലോ, അവൻ ആളൊരു പ്രാന്തനാണ്. ഇനി നമുക്ക് റാണിയെക്കുറിച്ച് സംസാരിക്കാം. ഇനി അങ്ങേര് മൈക്കിളിന്റെ ഭാര്യയെക്കുറിച്ചാണ് സംസാരിക്കാനായി പോകുന്നത്. മൈക്കിളിന്റെ ഭാര്യ ഒരു കാർ എന്തോസിയാസിസ്റ്റ് ആണ്. സ്വന്തമായി കിടിലം കാറുകൾ, സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ്, അവിടെ ജോലി ചെയ്യാനായി ഒരാണൊഴികെ ബാക്കിയെല്ലാം സ്ത്രീകൾ, പെണ്ണുങ്ങൾ മാത്രം. എന്നാൽ മൈക്കിൾ ഇടക്ക് വന്ന് അതിലൊരുത്തൻ മാത്രമല്ലേ അവന് കഞ്ചാവ് എടുക്കും. അവൻ ശരിക്കും മൈക്കിളിന്റെ ഒരു കയ്യാൾ കൂടെയാണ്. മൈക്കിളിന് ആകെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് അവന്റെ ഭാര്യ മാത്രമാണ്. ഭാര്യയുടെ കൂടെ സമാധാനമായി ജീവിക്കാനാണ് അവൻ ഈ ബിസിനസ് ഒഴിവാക്കുന്നത് തന്നെ. എന്നാൽ കെട്ടിയോൾ ചോദിക്കും, നീ എന്തിനാണ് ഈ ബിസിനസ് അവസാനിപ്പിക്കാനായി പോകുന്നത്? വയസ്സാം കാലത്ത് വീട്ടിൽ തന്നെ ഇരിക്കാനാണോ? എന്നാൽ മൈക്കിൾ ചോദിക്കും, സാധാരണ ഓരോ ഭാര്യമാര് അവരുടെ കെട്ടിയന്മാർക്ക് ഇതുപോലെ പരിപാടിയാണെങ്കിൽ അവസാനിപ്പിക്കുക എന്നാണ് പറയാ. എന്നാൽ നീ അങ്ങനെയൊന്നും അല്ലല്ലോ. അതിന് അവള് പറയും, നീ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ പല കണ്ണുകളും ഇതിന്റെ മേലേക്ക് വരും. അത് നിനക്ക് തന്നെ ആപത്താണ്. അതുകൊണ്ട് കൂടുതൽ ആരും അറിയാതെ ഈ ഒരു കാര്യം നീ അവസാനിപ്പിക്കാനായി നോക്കുക. ഈ സമയമായപ്പോഴേക്ക് അലക്സും ഡിറ്റക്റ്റീവും കൂടെ സംസാരിച്ച് സമയം രാത്രിയായി. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കൂടെ ബാർബിക്യൂ ചുടുകയെ പൊരിക്കുകയെ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാണ്. ഈ സമയം ഡിറ്റക്റ്റീവ് അങ്ങേർക്ക് എന്തോന്ന് കഴിക്കാൻ വേണമെന്ന് പറയുന്നേരം അലക്സ് അകത്ത് കയറി ഫ്രീസർ തുറന്നു നോക്കുന്നേരം അതിലൊരു പയ്യന്റെ ബോഡി കാണാം, തണുപ്പിച്ച് വെച്ചിരിക്കുന്ന. അതെന്താന്ന് മനസ്സിലായില്ല. എന്തായാലും അങ്ങേര് വീണ്ടും കഥ പറയും. ഈ സമയമാണ് മൈക്കിളിന്റെ ഭാര്യയെ കാണാനായി റഷ്യയിൽ നിന്ന് ഡ്രൈ ആയി വരുന്നത്. അവനെക്കുറിച്ചായിരുന്നു നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞിരുന്നത്. അവൻ ആളൊരു പ്രാന്തനാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അവൻ വരുന്നത് അവൻ എന്തിനാ വന്നതെന്ന് വെച്ചാൽ മൈക്കിളിനെ കാണാനാണ്. അതിന്റെ മുന്നോടിയെന്നോണം അവൻ മൈക്കിളിന്റെ ഭാര്യയ്ക്ക് കാറിന്റെ ഇഷ്ടം പോലെ പാർട്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവൻ അറിയാം മൈക്കിളിനോട് സംസാരിക്കണേൽ മൈക്കിളിന്റെ ഭാര്യ വഴി മാത്രമേ അതിന് പറ്റൂന്ന്. ഈ ഡ്രൈ ആയി മൈക്കിളിനെ കാണാനായി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവന്റെ തൊട്ടു പിന്നിൽ വലിയൊരു ശക്തിയുണ്ട്. അങ്ങേരുടെ പേരാണ് ലോർഡ് ജോൺ. അങ്ങേരെ നമുക്ക് ലോർഡ് എന്ന് മാത്രം വിളിക്കാം. എന്തായാലും അങ്ങേരുടെ ശിഷ്യനാണ് ഈ ഡ്രൈ ആയി. എങ്ങനാണേലും കെട്ടിയോള് വഴി മൈക്കിളിനെ കാണാനായി അവനൊരു സമയം കണ്ടെത്തി. അങ്ങനെ ഇപ്പോൾ
ഇപ്പോൾ മൈക്കിളിനെ കാണാനായി വന്നിരിക്കുകയാണ്. മൈക്കിൾ, നീ ഇപ്പോൾ ഈ പരിപാടിയെല്ലാം അവസാനിപ്പിക്കാനായി പോവാണെന്ന് കേട്ടു. അതിനങ്ങനെ പറയും, ഞാൻ അവസാനിപ്പിക്കാനായി പോവാണെന്നോ? ആരാ പറഞ്ഞ? എനിക്കറിയാം നീ ഏതോ ഒരുത്തനുമായി ഈ കച്ചവടത്തിൽ കരാറ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, അവൻ തരുന്നതിനേക്കാളും കൂടുതൽ കാശ് ഞാൻ നിനക്ക് തരും. നിന്റെ കയ്യിലെ കാശിനൊന്നും നിനക്കെന്നെ വിലക്കെടുക്കാനായി പറ്റില്ല. ആ കാശിന് വേണേൽ നിന്റെ കൂടെ വന്നിരിക്കുന്നവന് നീ എന്നും പറഞ്ഞ് മോശമായി സംസാരിക്കും. ഇത് കേൾക്കുന്ന ഡ്രൈയെ പറയും, കാട്ടിലെ കാരണവന്മാർക്കെല്ലാം വയസ്സായാൽ പിന്നെ അവർ മാറിക്കൊടുക്കണം, ഇല്ലെങ്കിൽ മാറ്റുന്നതാ പതിവ്. അത് കേൾക്കുന്ന മൈക്കിള് താഴെക്കൂടെ അവന്റെ കേന്ദ്രത്തെ ഷൂട്ട് ചെയ്ത് അവന്റെ കൂടെ വന്നിരിക്കുന്നവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. താഴെക്കൂടെ എഴിഞ്ഞു പോകുന്ന ഡ്രൈയുടെ തൊട്ടു പിന്നാലെ വന്ന്, നീ എന്താടാ പറഞ്ഞ് എന്നെ മാറ്റുമെന്നോ? ഈ കാട്ടിൽ ഒരൊറ്റ നിയമം മാത്രമേ ഉള്ളൂ, സിംഹത്തിന് വിശക്കുമ്പോൾ അവൻ തിന്നും, എന്നിട്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഈ സമയം അലക്സ് പറയും, മൈക്കിൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അത് കേൾക്കുന്ന ഡിറ്റക്റ്റീവ്, അങ്ങനെയൊന്നും ചെയ്യില്ല, പക്ഷെ ഒരു സിനിമയാകുമ്പോൾ ഇങ്ങനെയെല്ലാം വേണ്ടേ എന്നല്ലേ രസം ഉണ്ടാകും. ഞാനിപ്പോൾ പറഞ്ഞെല്ലാം മറന്നുകളാ. ഡ്രൈ ഐ മൈക്കിളിനോട് ബിസിനസ്സിനെ പറ്റി ചോദിച്ചു. ഈ സമയം ഡ്രൈ ഐക്ക് മൈക്കിൾ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഒരിക്കലൊരു ബുദ്ധിയില്ലാത്ത ഡ്രാഗൺ കുഞ്ഞ് ബുദ്ധിയുള്ള ഒരു സിംഹത്തിന്റെ അടുത്തേക്ക് സിംഹത്തിന്റെ സ്ഥലവും ചോദിച്ചു തന്നു. എന്നാൽ ഇതിൽ താല്പര്യമില്ലാതിരുന്ന സിംഹം, നീ നിന്റെ പണി നോക്കി പോടാ എന്ന് ഡ്രാഗൺ കുഞ്ഞിനോട് പറഞ്ഞു. എന്നാൽ ഡ്രാഗൺ കുഞ്ഞിനത് മനസ്സിലായില്ല. വീണ്ടും വീണ്ടും സിംഹത്തിന്റെ തൊട്ടു പിന്നാലെ ചെന്നു. ഈ സമയം സിംഹം ഡ്രാഗൺ കുഞ്ഞിനോട് തന്റെ കൂടെ വരാനായി പറഞ്ഞു. അങ്ങനെ അവര് നടന്ന് കുറച്ച് ദൂരെ എത്തിയപ്പോൾ സിംഹം തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഉണ്ടകള് ഡ്രാഗൺ കുഞ്ഞിന്റെ തലയിലേക്ക് ഓടിച്ചു വിട്ടു. ഡ്രൈ ആയി, നിനക്ക് ഈ കഥയിൽ വെച്ച് എന്തേലും ഗുണപാഠം കിട്ടിയോ? ഇല്ലെങ്കിൽ നീയും ആ ഡ്രാഗൺ കുഞ്ഞിനെ പോലെ ബുദ്ധി ഇല്ലാതെ ഇരിക്കുകയാണോ? അവന് കാര്യം മനസ്സിലായി. പിന്നെ അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ അവൻ അവിടുന്ന് പോകും. എന്നാൽ ഈ സമയത്താണ് മൈക്കിളിന്റെ അണ്ടർഗ്രൗണ്ടിലെ ആ കഞ്ചാവ് തോട്ടത്തിലേക്ക് കുറച്ച് പയ്യന്മാർ ഇടിച്ചു കയറുന്നത്. അവരെങ്ങനെയാണ് അങ്ങോട്ട് എത്തിയത്, എങ്ങനെയാണ് അവർ ആ സ്ഥലം കണ്ടുപിടിച്ചത്, അതൊന്നും അറിയില്ല. അവരെല്ലാവരും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത് തന്നെ. ഈ സമയം അതിനകത്ത് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, മൈക്കിളിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അവരിവരെ കണ്ടപ്പോൾ നഴ്സറി പിള്ളേര് പിക്നിക്കിന് വന്നതാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ആ പയ്യന്മാർ അവരെ എന്തോ ഒന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയില്ല. ഈ സമയം ഇങ്ങോട്ട് കയറി വന്ന ഈ പയ്യന്മാരില്ലേ, അവന്മാരുടെ കോച്ചിനെയാണ് കാണിക്കുന്നത്. അങ്ങേര് ഈ നേരത്ത് ബാറിൽ പ്രശ്നം ഉണ്ടാക്കാനായി വന്ന കുറച്ച് പയ്യന്മാരെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഡീൽ ചെയ്ത് കഴിയുമ്പോഴാണ് പയ്യന്മാര് വിളിച്ച് ഞങ്ങൾ ഈ പണി തീർത്തു എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന കോച്ചാകെ ഞെട്ടും. കോച്ച് പറഞ്ഞിട്ടില്ല അവരോട് ഇമാതിരി പണിയെടുക്കാൻ. ഈ പയ്യന്മാരോട് ആരോ ഒരാള് ഇമാതിരി പണിയെടുക്കാനായി പറഞ്ഞാണ് അവരിതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ കോച്ചിനെ വിളിച്ച് പറയുകയും ചെയ്തു. കോച്ചിനാണെങ്കിൽ നമ്മുടെ മൈക്കിളിനെ അറിയില്ല, അലക്സിനെ അറിയില്ല, അവരുടെ ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല, അതൊന്നും അറിയില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പയ്യന്മാരാണേൽ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാട്ട് പോലെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ നമ്മുടെ മൈക്കിളും കണ്ടു. കാര്യറിഞ്ഞ് പയ്യന്മാരെ കാണാനായി ചെല്ലുന്ന കോച്ച് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാനായി പറയും. മൈക്കിളാണേൽ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആകെ കൂടെ ടെൻഷനായിരിക്കുകയാണ്. അവരുടെ സങ്കേതത്തിൽ വന്ന് കുറച്ച് പയ്യന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ അവർക്ക് നാണക്കേടല്ലേ. എന്നാൽ ഈ ഒരു സമയം മുതലെടുത്തുകൊണ്ട് ആ അമേരിക്കക്കാരൻ ബിസിനസ്സുകാരനില്ലേ, അങ്ങേര് മൈക്കിളിൻ്റെ അടുത്തേക്ക് വന്ന്, നിനക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, നിനക്ക് വേണേ ഞാൻ എൻ്റെ കുറച്ച് പിള്ളേരെ തരാമെന്ന് പറയുമ്പോൾ മൈക്കിൾ പറയും, നിന്റെ പിള്ളേരെ എനിക്ക് തരാനോ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഈ ഗിഫ്റ്റ് നീ സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മൈക്കിളിൻ്റെ കയ്യിലേക്ക് ഒരു ഗണ്ണ് വെച്ചു കൊടുക്കും. അതായത് പേപ്പർ വെയിറ്റ് എന്നും പറഞ്ഞാണ് കൊടുക്കുക. ചെറിയൊരു ഗണ്ണാണ്, ചെറിയ ബുള്ളറ്റ്. അതിൽ ഷൂട്ട് ചെയ്താൽ ആളെ കൊല്ലാനും പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു അണ്ടർഗ്രൗണ്ടിനെ കുറിച്ച്, അതായത് ഒരു കൃഷി സ്ഥലത്തെക്കുറിച്ച് നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് ഇനി അവിടെ കൃഷി ചെയ്യാനായി പറ്റില്ല. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാനായി പോകുന്നത് ആ എസ്റ്റേറ്റ് കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രഭുവാണ്. ആ പ്രഭുവിന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണല്ലോ മൈക്കിളിന് ആ എസ്റ്റേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനിയാണേൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ മൈക്കിൾ അവിടെ ഒന്നും ചെയ്യാനായും പോകുന്നില്ല. അതിന്റെ വിഷമം അങ്ങേർക്ക് നല്ലപോലെ ഉണ്ട്. വീടിന്റെ റൂഫെല്ലാം മാറ്റാനും ആയിട്ടുണ്ട്. അതുകൊണ്ട് മൈക്കിൾ പറയും, വീടിന്റെ റൂഫിന്റെ കാര്യം നിങ്ങൾ പേടിക്കേണ്ട, അത് ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് ആ റിപ്പോർട്ടർ കളി തുടങ്ങുന്നത്. ഈ റിപ്പോർട്ടർ ആരാന്ന് മറന്നുപോയില്ലല്ലോ, മൈക്കിളിനെ തീരെ ഇഷ്ടമല്ലാത്ത ആ റിപ്പോർട്ടർ. അങ്ങേരെന്ത് ചെയ്തെന്നാ, മൈക്കിളിനെ ഇതുപോലെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രഭുവിന്റെ മകളെ ഈ റിപ്പോർട്ടർ ഒരു കഞ്ചാവുകാരന്റെ കൂടെ പറഞ്ഞയച്ചു. കഞ്ചാവ് മാത്രമല്ല, മയക്കുമരുന്നുകാരന്റെ കൂടെ പ്രണയത്തിലാക്കി. അതായത് പ്രണയത്തിലായെന്ന് പറയാൻ പറ്റില്ല, മയക്കുമരുന്ന് അവൾക്ക് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ അവളങ്ങായിപ്പോയി. ഈ റിപ്പോർട്ടർ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് മകളിപ്പോൾ വീട്ടിലേക്ക് വരുന്നില്ല. പ്രഭുവിനാണ് ഇതങ്ങനെ സഹിക്കാനായി പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങേര് ഈ കാര്യം മൈക്കിളിനോട് പറഞ്ഞു. മൈക്കിളാണേൽ പ്രഭുവിനെയും പ്രഭുവാണേൽ മൈക്കിളിനെയും സഹായിക്കുന്ന ആളുകളാണല്ലോ.
അതുകൊണ്ട് തന്നെ അങ്ങേര് പറയുന്ന കാര്യം ചെയ്തു കൊടുക്കാതിരിക്കാനായി മൈക്കിളിന് പറ്റില്ല. അതായത് അങ്ങേരുടെ മകളെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ മൈക്കിൾ ഈ കാര്യം ചെന്ന് അലക്സിനോട് പറയുന്നേരം അലക്സ് പറയും, നിങ്ങൾ എന്നോട് ഈ ഒരു കാര്യം പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് അവൾ എവിടെയാണെന്ന് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു. എന്നാൽ അവളെ തിരിച്ചു കൊണ്ടുവരാനായി അലക്സിനോടാണ് മൈക്കിൾ പറയാ. അലക്സിന് ഈ കഞ്ചാവ് അടിക്കുന്ന ആളുകളെയും ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും ഒന്നും തീരെ ഇഷ്ടമല്ല. പക്ഷെ അവൻ വേറെ വഴിയില്ലാതെയാണ് അവളെ തിരികെ കൊണ്ടുവരാനായി പോകുന്നത്. അങ്ങനെ അവര് താമസിക്കുന്ന ബിൽഡിങ്ങിലെത്തി അവരുടെ റൂമിന്റെ ഡോറിന് മുട്ടും. അന്നേരം ഏതോ ഒരുത്തനാണ് വാതിൽ തുറക്കുക. അവിടെ അവൾ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ ആരുമില്ല, നിങ്ങൾ പോയിക്കെന്നും പറഞ്ഞ് വാതിലടയ്ക്കും. പിന്നെ കാണുന്നത് അലക്സിന്റെ രണ്ടാളുകൾ വന്ന് ആ വാതിൽ ഇടിച്ചു തുറക്കുന്ന. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ പെൺകുട്ടി അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അവളെ കണ്ടാൽ മനസ്സിലാവില്ല. ആകെക്കൂടെ മെലിഞ്ഞൊട്ടി എന്തോ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇവരെ കാണുമ്പോൾ തന്നെ ആ പയ്യന്മാരെല്ലാവരും കൂടെ നിങ്ങളൊക്കെ ആരാടോന്ന് ചോദിച്ച് എഴുന്നേൽക്കും. എന്നാൽ അവരെ കണ്ടാൽ മനസ്സിലാവുമല്ലോ അവര് അടിച്ചിടാൻ പറ്റുന്ന ആളുകളാണെന്ന്. അതുകൊണ്ട് പയ്യന്മാരൊന്ന് മയപ്പെടും. അലക്സിന്റെ സംസാരം തന്നെ ഒരു ജെന്റിൽമാൻ സംസാരമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി ഇവർ വലിയ ആളുകളാണെന്ന്. അലക്സ് പറയും, ഞാനൊരു വലിയ മനുഷ്യന് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോഴാ പെൺകുട്ടി തന്നെ പറയും, മൈക്കിളിനല്ലേ? അത് കേൾക്കുന്ന അവര് ചോദിക്കും, മൈക്കിളോ? അതാരാ? അന്നേരം മറ്റൊരു പയ്യൻ പറയും, അതെൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ്. അത് കേൾക്കുന്ന അലക്സ് ചോദിക്കും, നിന്റെ അച്ഛൻ ആരാണ്? അന്നേരമാണ് അവൻ പറയാ അവൻ്റെ അച്ഛനെ കുറിച്ച്. അവൻ്റെ അച്ഛനും ചെറിയ ചെറിയ ബിസിനസ് എല്ലാം കൊണ്ടു നടത്തുന്ന ഒരു റഷ്യൻ ടീമാണ്. എന്തായാലും അലക്സ് അവിടെ ഇരുന്ന് പൊടിയെല്ലാം കൂട്ടി തട്ടി ചെറിയൊരു കഞ്ചാവെല്ലാം അടിച്ചോണ്ട് അവരോട് ചോദിക്കും, ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാണ് ആ കെമിക്കൽസ് എല്ലാം വലിച്ചു കയറ്റി ചാവാനായി നിൽക്കുന്നത്? അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയോട് പറയും, ഈ മുള്ളുകൾക്കിടയിൽ പെട്ടുകിടക്കുന്ന ഒരു റോസാപ്പൂവാണ് നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല. നീ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വാ. നല്ലൊരു ജീവിതം കാണിക്കേ. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം നീ ചെയ്തു കാണിക്കേ. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ അവൾ ഏറെക്കുറെ ഓക്കെയായി. അവൾ കൂടെ വരാമെന്നുള്ള മട്ടിലെത്തും. അലക്സും വിചാരിക്കും ഇത് ഇത്രയും സിമ്പിൾ ആയിരുന്നോ എന്ന്. അങ്ങനെ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങാൻ നേരം അലക്സ് കൂടിയുള്ളവനോട് പറയും, ഞങ്ങൾ താഴെ എത്തിയിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. അത് കേൾക്കുന്ന ബോയ് ഫ്രണ്ടിന് തീരെ ഇഷ്ടാവില്ല. അവൻ അങ്ങോട്ട് ഓടി വരാനായി നോക്കുന്നേരം അലക്സ് അവനെ അടിച്ചിട്ട് പറയും, നീ എൻ്റെ മേലെ തൊടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതുപോലെ കഞ്ചാവ് അടിക്കുന്നവന്മാര് അവരുടെ ഏരിയയിൽ നിന്നാൽ മതി, അല്ലാതെ എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. ഈ സമയം താഴെ നിൽക്കുന്ന അലക്സിന്റെ ഡ്രൈവറുടെ അടുത്തേക്ക് 3-4 പയ്യന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കാണ്. അങ്ങേര് കൂടുതൽ വഷളാവണ്ടെന്നും വിചാരിച്ച് അവന്മാരുടെ കയ്യിലേക്ക് കാശ് വെച്ചു കൊടുക്കും. എന്നാലും അവർ പോവില്ല. മേലെയാണേൽ നമ്മളൊരു പയ്യനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ, അവന്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണെന്ന്. അവൻ പെട്ടെന്നാണ് കയ്യിലുണ്ടായിരുന്ന ചുറ്റിക്ക് വെച്ച് അവിടെ നിൽക്കുന്നവനെ വന്ന് ഒരൊറ്റ അടി കൊടുക്കുക. എന്നാൽ അങ്ങേർക്കത് രോമത്തി തൊട്ട പോലെയാണ്. അങ്ങേര് അതിന്റെ ദേഷ്യത്തിൽ അവനെ പിടിച്ച് തള്ളി മാറ്റും നേരം അവൻ തിരിച്ച് താഴേക്കാണ് വീഴുന്നത്. പിന്നെ അവിടെ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല. ഈ സമയം മൈക്കിള് അമേരിക്കൻ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഭാര്യയുടെ കയ്യിലേക്കാണ് കൊടുക്കുക. എന്നാൽ അവൾക്കത് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. ഈ സമയമാണ് അലക്സ് വന്ന് പറയാ, അവളെ ഞങ്ങൾ വീട്ടിൽ ഭദ്രമായിട്ട് എത്തിച്ചു. പക്ഷെ ഒരു പ്രശ്നം പറ്റി. ആ റഷ്യക്കാരൻ ബിസിനസ്സുകാരൻ്റെ മകനെ അറിയാതെ താഴേക്ക് തള്ളിയിട്ട് പോയി എന്നുള്ള കാര്യം പറയുന്ന നേരം മൈക്കിൾ പറയും, അത് ഇത്തിരി പ്രശ്നം പിടിച്ച പരിപാടിയായി പോയി. പൈസക്കാരുടെ മക്കളോട് കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കളിക്കണം. എന്നാൽ ആ പയ്യൻ വീണ് മരിക്കുന്ന നേരം ഡ്രൈവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന 3-4 പയ്യന്മാരില്ലായിരുന്നോ, അവർ ഈ കാര്യം കണ്ട് പെട്ടെന്ന് തന്നെ ഫോണിൽ വീഡിയോയും ഫോട്ടോസും എല്ലാം എടുക്കാൻ തുടങ്ങി. ആ മൊബൈൽ ഫോൺസ് എല്ലാം അലക്സ് തന്നെ നശിപ്പിച്ച് കളഞ്ഞു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആ പയ്യൻ താഴെ വീണ് മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഡിറ്റക്റ്റീവിന്റെ കയ്യിലുണ്ട്. അതെങ്ങനെ അങ്ങേർക്ക് കിട്ടിയെന്നറിയില്ല. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലാവുക, ആ 3 പയ്യന്മാരും ഫോട്ടോ എടുത്ത് പെട്ടെന്ന് തന്നെ അലക്സിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തേ. എന്നാൽ അവരെ പിടിക്കാനായി അലക്സ് പിന്നാലെ ഓടി. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ ഒരു കാറിൽ നിന്ന് ഒളിച്ചു നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഡിറ്റക്റ്റീവ്. ഈ ഒരു പ്രശ്നമേ ഉണ്ടാക്കി വെച്ചിരുന്നത് ആ റിപ്പോർട്ടർ ആയിരുന്നല്ലോ. അങ്ങേരെങ്ങനെയെങ്കിലും മൈക്കിളിനെ പിടിക്കാനായി കൊടുക്കാനായി ചെയ്ത പണിയായിരുന്നല്ലോ ഇത്. അതുകൊണ്ട് അങ്ങേർക്കറിയായിരുന്നു ആ പെൺകുട്ടിയെ വീണ്ടെടുക്കാനായി മൈക്കിളിന്റെ ആളുകൾ അങ്ങോട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങേര് പറഞ്ഞിട്ടാണ് ഡിറ്റക്റ്റീവ് അവിടെ കാറിൽ വന്ന് ഒളിച്ചു നിന്ന് ഈ കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുത്തിരുന്നത്. ഈ സമയം അതിലൊരു പയ്യനാണേൽ അലക്സിന് പിടികൊടുക്കുന്നില്ല. അവനങ്ങനെ ഓടിപ്പോവാണ്. അവസാനം അവന്റെ തട്ടകത്തിലേക്കാണ് ചെല്ലുക. അലക്സ് അവിടെ എത്തി, നീ ഈ കാശ് വാങ്ങിച്ചോ, പകരം ആ മൊബൈൽ ഫോൺ അവിടെ വെക്കെന്ന് പറയും. എന്നാൽ അവനത് കേൾക്കില്ല. കൂടെയുള്ള ഒരുത്തൻ കത്തിയായിട്ട് വരുന്നേരം അലക്സ് കയ്യിൽ നിന്ന് ഗണ്ണെടുത്ത് മേലേക്ക് പടപടാന്ന് പൊട്ടിക്കും. എല്ലാം അവിടെ നിന്ന് ഓടിപ്പോകും. മൊബൈൽ ഫോൺ ഉള്ളവൻ ഫോണും അവിടെ താഴെ വെച്ച് പേടിച്ച് അവിടെ നിന്ന് ഓടും. അങ്ങനെ ആ ഫോൺ കിട്ടി. തൊട്ടടുത്തിന്ന് തന്നെ അടുത്തവന്റെ ഫോണും കിട്ടി. ഈ സമയം ഈ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഡിറ്റക്റ്റീവ്, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം, ഞാനൊന്ന് നിന്റെ ടോയ്ലറ്റ് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ഓക്കെ, നീ ഷൂസ് അഴിച്ചിട്ടിട്ട് റൂമിൽ കയറണം എന്ന് പറയും. അലക്സ് ആളിത്തിരി വൃത്തിയുടെയും മെനയുടെയും ഒക്കെ ഒരാളാ. എന്തായാലും അവസാനത്തെ പയ്യനെ കൂടെ അവർ ഓടിച്ചെന്ന് പിടിക്കുകയാണ് ചെയ്തത്. ഈ സമയം ടോയ്ലറ്റ് യൂസ് ചെയ്യാനായി പോയിരുന്ന ഡിറ്റക്റ്റീവ് കാണുന്നത് ആ പയ്യന്റെ ബോഡി അലക്സിന്റെ 2 ആളുകൾ കൊണ്ടുപോകുന്നതാണ്. അങ്ങേര് ഇത് കണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം അങ്ങേർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സമയം മൈക്കിളിന്റെ അണ്ടർഗ്രൗണ്ടിൽ വന്ന് പണിഞ്ഞിരുന്ന കുറച്ച് പയ്യന്മാരില്ലായിരുന്നോ, അവരുടെ കോച്ച് പയ്യന്മാർ ചെയ്തിരിക്കുന്ന ഇമാതിരി പണിയെക്കുറിച്ച് പറഞ്ഞെടുക്കും. അന്നേരം അപ്പുറത്ത് നിൽക്കുന്നയാൾ പറയും, പറഞ്ഞേ കേട്ടിട്ട് നിങ്ങൾ മൈക്കിൾ
മൈക്കിളിൻ്റെ തട്ടകത്തിലാണോ കയറി കളിച്ച്? ചിലപ്പോൾ ആയിരിക്കില്ല. അതൊന്നും കണ്ടുപിടിക്കാനായി നിങ്ങൾക്കാർക്കും പറ്റില്ല. ഏയ് ഇനിയിപ്പോൾ അഥവാ മൈക്കിളിൻ്റെ എങ്ങാനും ആണേൽ നിന്റെ പിള്ളേർ തട്ടിപ്പോകാനുള്ള സമയമായി. കോച്ച് പെട്ടെന്ന് തന്നെ കൂട്ടത്തിലെ മൂത്ത പയ്യൻ്റെ അടുത്തേക്ക് ചെന്ന്, നീ പേടിക്കൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ സോൾവ് ആകാനായി പോവാണെന്നാണ് തോന്നുന്നത്. അന്നേരമാണ് അവൻ പറയാ, ഞങ്ങൾ ആരുടെ തട്ടകത്തിലാണ് കയറി കളിച്ചതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന്. അതിന് കോച്ച് അവൻ്റെ പേര് മൈക്കിൾ എന്നൊന്നും ആവല്ലേ എന്ന് പറയും. അതിനവൻ നിങ്ങൾ ജോൾസിനെങ്ങാനും ആണോ? ഇനിയിപ്പോൾ ഭൂതക്കണ്ണാടി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ടോ? കറക്റ്റായിട്ടാണല്ലോ പറഞ്ഞേ. കോച്ചിന് മനസ്സിലായി ഇനി പയ്യന്മാരൊന്നും കുറേ കാലത്തേക്ക് ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് തന്നെ മൈക്കിളിനെ കണ്ട് കാര്യം സംസാരിക്കാമെന്ന് വിചാരിക്കും. എന്നാൽ മൈക്കിളിനെ കണ്ട് സംസാരിക്കാനായി കുറച്ച് പാടാണല്ലോ. അതുകൊണ്ട് തന്നെ അലക്സിൻ്റെ അടുത്തേക്കാണ് അവൻ ചെല്ലുന്നത്. നിങ്ങളുടെ ബോസിൻ്റെ ഏരിയയിൽ വന്ന് പണിഞ്ഞിരിക്കുന്ന പയ്യന്മാർ എൻ്റെ സ്റ്റുഡൻസ് ആണ്. അവർക്ക് വീടോ പറയാനായി കുടുംബമോ അങ്ങനെയൊന്നുമില്ല. ഞാനാണ് അവരെ നോക്കുന്നത്. അവർ പ്ലാൻ ചെയ്ത പരിപാടിയൊന്നും അല്ലത്. ഏതോ ഒരുത്തൻ കാശ് കൊടുത്ത് അവരോട് ചെയ്യാനായി പറഞ്ഞാണ്. എനിക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ നഷ്ടത്തിന് ഒരിക്കലും പകരമാവില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യും. എന്ത് സേവനവും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അലക്സ് ചോദിക്കും, അവർക്ക് ഈ പണി കൊടുത്ത ആ ഏതോ ഒരുത്തൻ അവൻ ആരാന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. കോച്ച് അപ്പം തന്നെ കാറിൻ്റെ ഡിക്ക് തുറന്ന് ആ ഏതോ ഒരുത്തൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. അവൻ്റെ പേര് ഒരു തെറി പോലെയുള്ള പേരാണ്. തെറി പോലെയുള്ള പേരെന്നല്ല, തെറി തന്നെയാണ്, പക്ഷേ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. അവനെയാണേൽ കയ്യും കാലും കെട്ടി വെച്ചിരിക്കുക. അവനോട് ചോദിക്കും, നിനക്ക് ഈ പണി തന്നത് ആരാ? മാസങ്ങളായി ഞാൻ നിങ്ങളുടെ പിന്നാലെയുണ്ട്. ആ ഡ്രൈ ഐ ആണ് നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് തന്നേ. ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ഇൻഹീലർ വേണം, പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവൻ എഴുന്നേറ്റ് നിർത്തി അവൻ്റെ കെട്ടെല്ലാം അഴിച്ച് അവൻ്റെ ഇൻഹീലർ എടുത്ത് അവനെ സ്പ്രേ ചെയ്യും. അത് കിട്ടി ഓക്കെ ആകുമ്പോഴേക്ക് പെട്ടെന്നാണ് അവനെ ഓടുക. രണ്ടുപേരും കൂടെ തൊട്ടു പിന്നാലെ പിടിക്കാനായി ചെല്ലുമ്പോൾ അവനൊരു വലിയ മതിൽ കയറി ഇങ്ങ് ചാടും. ചാടി താഴെ വീഴുന്നത് റെയിൽവേ ട്രാക്കിലേക്കാണ്. അങ്ങനെ ട്രെയിന് കയറി അവൻ മരിച്ചു പോകും. ഈ കാര്യം മൈക്കിളിനോട് വന്ന് പറയുന്നേരം മൈക്കിൾ പറയും, എൻ്റെ പൊന്നലക്സേ, നിനക്കിപ്പോൾ പേരച്ചൂട് തരേണ്ട അവസ്ഥയാണല്ലോ, നീ എല്ലാം ഒന്ന് ശ്രദ്ധിക്ക്. അത് കഴിഞ്ഞാൽ മൈക്കിൾ നേരെ കാണാൻ പോകുന്നത് ഡ്രൈ ഐയുടെ തലപ്പത്തുള്ള ലോഡിനെ കാണാനാണ്. ഡ്രൈ ഐ ഇമാതിരി പണിയെടുക്കുന്നതിൻ്റെ കാരണം ചിലപ്പോൾ ലോഡ് പറഞ്ഞിട്ടാണെങ്കിലോ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. മൈക്കിൾ പറയും, നമ്മൾ രണ്ടുപേരും ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകളാ, പക്ഷെ അതിൽ വ്യത്യാസമുണ്ട്. നീ ആളുകളെ കൊല്ലുന്ന കെമിക്കൽസ് ആണ് കച്ചവടം ചെയ്യുന്നത്. അത് വെച്ചാൽ കൂടുതൽ കാശ് കിട്ടുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കത് ഈ താല്പര്യമില്ല. ഞാൻ കഞ്ചാവാണ് കച്ചവടം ചെയ്യുന്നതെങ്കിലും അതുകൊണ്ട് ആരും മരിക്കാൻ പോകുന്നില്ല. ലോഡ് പറയും, അതിന് ഈ ബിസിനസ്സൊന്നും ഞാനല്ലല്ലോ ചെയ്യുന്നത്, ഞാൻ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രം. ഈ സമയം ലോഡിന് എന്തോ ഒരു പ്രശ്നം വരുന്ന പോലെ പെട്ടെന്നാണങ്ങേര് ഛർദ്ദിക്കുക. മൈക്കിൾ പറയും, നിനക്കിതെല്ലാം നോക്കി നടത്താനുള്ള പണിയാണേൽ നിനക്കതും ചെയ്തിരുന്നാൽ പോരെ. നിന്റെ പയ്യൻ ഡ്രൈ ഐയെ വിട്ട് എന്തിനാണ് എൻ്റെ തട്ടകത്തിൽ കളിക്കാനായി വരുന്നത്? അവൻ അടക്കിയിരുത്തിയാൽ പോരെ. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ലോഡിന് അറിയില്ല എന്നാണ് അങ്ങേര് പറയുന്നത്. പക്ഷെ അതും അങ്ങ് വിശ്വസിക്കാനായി പറ്റില്ലല്ലോ. മൈക്കിൾ പറയും, നിന്റെ ചായയിൽ ഞാൻ ഷിഗല്ല എന്ന ബാക്ടീരിയ ഇട്ടിട്ടുണ്ട്. നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നീ മരിക്കും. ഇപ്പോഴാകെ നിന്റെ മുന്നിൽ ഈ ഗുളിക കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് കഴിക്കാനായി 2 ഗുളിക വെള്ളത്തിലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഡ്രൈ ഐയെ കാണാനായി ലോഡ് ചെല്ലും. ലോഡ് അവനോട് പറയും, നീ എന്തിനാണ് മൈക്കിളിൻ്റെ തട്ടകത്തിൽ കയറി കളിക്കുന്നത്? നിനക്ക് എന്തിൻ്റെ കേടാടോ? അതിനവൻ പറയും, ഞാൻ എന്ത് വേണേലും ചെയ്യും. വയസ്സായാൽ ആളുകൾ മാറിക്കൊടുക്കണം, അല്ലാതെ അവിടെ തന്നെ ഇരിക്കല വേണ്ടേ. ലോഡിനെ കൂടെ കുറിച്ചാണ് അവൻ അങ്ങനെ പറയുന്നത്. കാരണം അങ്ങേരും പ്രായമായല്ലോ. എന്നാൽ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്ന അങ്ങേര് തിരിച്ചു പോരും. ഡിറ്റക്റ്റീവ് പറയും, എന്നാൽ ഈ സമയം ആരും അറിയാത്തൊരു കാര്യം സംഭവിച്ചു. ലോഡിനെ ആരോ കൊന്നു. അതാരാന്നിപ്പോഴും അറിയില്ല. അത് കഴിഞ്ഞ് ഡിറ്റക്റ്റീവ് മറ്റൊരു ഫോട്ടോ കൂടെ കാണിച്ചു കൊടുക്കും. ആ അമേരിക്കക്കാരൻ ബിസിനസ്സുകാരൻ്റെ കൂടെ ഡ്രൈ ഐ ഒരുമിച്ച് ഏതോ ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ഫോട്ടോ. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഡിറ്റക്റ്റീവ് വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ സംസാരിച്ച കാര്യങ്ങൾ ലിപ് മൂവ്മെന്റ് നോക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ രണ്ടുപേരും സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാമെന്ന് അലക്സിനോട് പറയും. അലക്സിന് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേക്ക് ഡിറ്റക്റ്റീവ് ഇവിടെ വന്നിരിക്കട്ടാന്ന് പറഞ്ഞ് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും. എന്തൊക്കെയാണേലും അവരെന്താണ് സംസാരിച്ചതെന്ന് വെച്ചാൽ ആ അമേരിക്കക്കാരൻ ബിസിനസ്സുകാരനോട് ഡ്രൈ ഐ പറയാണ്, ഇതെൻ്റെ ബിസിനസ്സാണ്, ഇതിൽ നീ ഇടപെടാനായി വരണ്ട. വേണേൽ നീ ഇതിൽ നിന്ന് മാറി നിന്ന് എന്നെ ബഹുമാനിച്ചാൽ മാത്രം മതി. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ട. പിന്നെ അവരെന്താണ് സംസാരിച്ചതെന്ന് നല്ലപോലെ ക്ലിയർ ആയിട്ടില്ല. എന്തായാലും ലോഡ് മരിച്ച അവസ്ഥയിൽ ലോഡിൻ്റെ സ്ഥാനത്തേക്ക് ഡ്രൈ ഐക്കാണ് സ്ഥാനക്കയറ്റം കിട്ടുന്നത്. അതുകൊണ്ട് അവൻ ആദ്യം ഇനി ചെയ്യാൻ പോകുന്നത് മൈക്കിളിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. മൈക്കിൾ അവനെ അപമാനിച്ചു വിട്ടാണല്ലോ. അങ്ങനെ മൈക്കിളിനെ കൊല്ലാനായി അവനൊരുത്തനെ പറഞ്ഞു വിടും. ഈ സമയം മൈക്കിള് ഒരു കഫേയിൽ മദ്യപിക്കാനായി കയറിയതായിരുന്നു. എന്നാൽ അപ്പോഴാണ് തൊട്ട് പിന്നിലേക്ക് ഒരുത്തം വരുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ തുടങ്ങുന്ന നേരം കണ്ടത്. മൈക്കിളാണേലും ഭാര്യയെ വിളിച്ചു നോക്കുന്ന നേരം അവൾ എന്തോ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് അവനും മനസ്സിലായി. അപ്പോഴേക്ക് ഇവിടെ ഗണ്ണ് പൊട്ടി. അപ്പോഴാണ് ഭാര്യയെ കാണാനായി അങ്ങോട്ട് ചെന്നിരിക്കുന്നയാൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഡ്രൈ ഐ ആണ്. അവനങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ ഭാര്യയെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയിലാണ്. മൈക്കിൾ അവിടെ മരിച്ചല്ലോ, ഇനി ഭാര്യയെ എവിടെ ഉപദ്രവിക്കാം. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന ഭാര്യ ആ അമേരിക്കൻ ബിസിനസ്സുകാരനായിട്ടുള്ള ആൾ കൊടുത്തിരുന്ന ഗിഫ്റ്റിലായിരുന്നോ പേപ്പർ വെയിറ്റ് ഗണ്ണ്, അത് മെല്ലെ കയ്യിലേക്ക് എടുക്കും. ഈ സമയം മൈക്കിളിന് അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ മൈക്കിൾ മരിച്ചിട്ടില്ല,
മൈക്കിളിനെ ഷൂട്ട് ചെയ്യാൻ വന്നവനെ അലക്സ് ഷൂട്ട് ചെയ്ത് കൊന്നളഞ്ഞു. പക്ഷെ മൈക്കിളിന് മനസ്സിലായി ഭാര്യയും ഇതുപോലെ എന്തോ ഒരു പ്രശ്നത്തിലാണ് പെട്ട് കിടക്കുന്നതെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭാര്യയുടെ അടുത്തേക്ക് വെച്ച് പിടിക്കും. കാറി വേഗത്തിൽ പോവാണ്. എന്നാൽ പരക്കം പാച്ചിലായതുകൊണ്ട് തൊട്ട് സൈഡിൽ കൂടെ വന്നിരുന്ന ട്രക്ക് കണ്ടില്ല. ആ ട്രക്ക് അവരുടെ കാറിന് ഇടിച്ച് തള്ളിയിടും, തെറിപ്പിച്ച് വീഴ്ത്തും. ഈ സമയം ഭാര്യയാണേൽ ആ ഗണ്ണ് വെച്ച് പറയും, ഇനി ഒരു അടി എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഷൂട്ട് ചെയ്ത് കളയും. എന്നാൽ ഡ്രൈയെ ചോദിക്കും, അതെന്താണ്, ചെറിയ പേപ്പർ വെയിറ്റോ? എടാ നീ പേടിക്കണ്ട, കൂടെയുള്ളവനോട് അവളെ പിടിച്ചു കൊണ്ടുവരാനായി പറയും. അവനങ്ങനെ ഒരു അടി വെക്കില്ല, അവളൊരൊറ്റ ഷോട്ടാണ്. അവൻ്റെ നെറ്റിയിൽ കയറി ഒരു ബുള്ളറ്റ് അകത്തേക്ക് പോയെന്ന് മനസ്സിലാക്കാനും കൂടെ പറ്റില്ല. ഇനി ഒരു ബുള്ളറ്റ് കൂടെയുണ്ട്, അത് നിന്റെ തലക്കാന്ന് പറയും. എന്നാൽ അവൻ തൊട്ടടുത്തുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്നവനോട് നീയും കൂടെ ചെല്ലെന്ന് പറയും. അവനും കൂടെ ഒരു അടി വെക്കില്ല, അവനും കിട്ടിയൊന്ന്. ഇപ്പോൾ ബുള്ളറ്റ് എല്ലാം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈയെ ചാടി അവളുടെ മേലേക്ക് വീഴും. ഈ സമയം മൈക്കിൾ ആണേൽ മറിഞ്ഞു വീണ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്, ഭാര്യയുടെ അടുത്തേക്ക് ഓടുകയാണ്. ഈ സമയം ആ ഡ്രൈയെ ആണേൽ കെട്ടികളെ പിടിച്ച് ഉപദ്രവിക്കാനായി പോവുക. എന്നാൽ ഈ സമയത്താണ് മൈക്കിൾ അങ്ങോട്ട് ഓടി വരുന്നത്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡിറ്റക്റ്റീവ് പറയും, ഇത്രയും നീ കേട്ടില്ലേ, എങ്ങനെയുണ്ട്? ഇനിയാണ് ഇതിൻ്റെ സൂത്രധാരൻ ആരാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നെ കളിച്ചിട്ടുള്ളത് ശരിക്ക് ആ അമേരിക്കക്കാരൻ ബിസിനസ്സുകാരനാണ്. അതായത് മൈക്കിളിൻ്റെ കയ്യിൽ നിന്ന് $400 മില്യൺ ഈ ബിസിനസ് വാങ്ങിക്കാനായി വന്നയാളില്ലായിരുന്നോ, അങ്ങേരാണ് ഇതിൻ്റെ പിന്നെ കളിച്ചിട്ടുള്ളത്. ഈ ഒരു വലിയ ബിസിനസ് തൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ തനിക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരു കൂട്ടാളിയെ കൂടെ അങ്ങേർക്ക് വേണമല്ലോ. അതിനങ്ങേര് കണ്ടെത്തുന്നയാളാണ് ഡ്രൈ ഐയോട് അങ്ങേര് പറഞ്ഞിരുന്നത്, മൈക്കിളിൻ്റെ ഈ ഒരു ബിസിനസിൻ്റെ വില ഇടിക്കാനായി നീ എൻ്റെ കൂടെ നിന്നാൽ നിന്നെ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് ആക്കി മാറ്റാനായിരുന്നു. അങ്ങനെയാണ് ആ തെറിപ്പേരുള്ള പയ്യനില്ലേ, ആ ട്രെയിനിന് പിന്നാലെ ചാടി മരിച്ച അവൻ മൈക്കിളിനെ ഫോളോ ചെയ്ത് മൈക്കിളിൻ്റെ ആ അണ്ടർഗ്രൗണ്ട് സങ്കേതം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ആ കോച്ചിൻ്റെ പിള്ളേരോട് അവിടെ പോയിട്ട് കുറച്ച് മുട കാണിക്കാനായി പറഞ്ഞു. അങ്ങനെയാണ് ആ പിള്ളേർ ആ സ്ഥലത്ത് ചെന്ന് ഇമാതിരി പണിയെല്ലാം കാണിച്ചു വെക്കുന്നത്. അങ്ങനെയാണ് മൈക്കിളിൻ്റെ ബിസിനസ്സിൽ ഇത്രയും വലിയൊരു ഇടിവ് വരുന്നത്. പക്ഷെ അമേരിക്കൻ ബിസിനസ്സുകാരൻ ചിന്തിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ലോഡ് മനസ്സിലാക്കി ഡ്രൈ ഐയോട് വന്ന് ചോദിച്ചില്ലായിരുന്നോ? ആ സമയം അങ്ങേര് തിരിച്ചു പോകുമ്പോൾ ഡ്രൈ ഐയുടെ ആളുകൾ തന്നെയാണ് ലോഡിനെ കൊല്ലുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഡ്രൈ ഐക്ക് ഒരുത്തൻ്റെയും കീഴിൽ ജോലി ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് അമേരിക്കൻ ബിസിനസ്സുകാരൻ ഡ്രൈ ഐയോട് തൻ്റെ അസിസ്റ്റൻ്റായി പോരുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിന് താല്പര്യമല്ല, ഈ ബിസിനസ്സിന് ഞാൻ കൊണ്ടു നടത്തും, നിനക്ക് വേണേൽ എന്നെ ബഹുമാനിക്കാം എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ആ സമയം തന്നെ അമേരിക്കൻ ബിസിനസ്സുകാരൻ അവനോട് പറഞ്ഞാണ്, മോനെ ഞാൻ 10-20 വർഷമായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്, വലിയ സ്രാവിനോടാണ് നീ മുട്ടാൻ പോകുന്നത്, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇനിയിപ്പം നീ എന്നോടാണ് മുട്ടാൻ വരുന്നതെന്ന് വെച്ചാൽ നിന്റെ മുട്ട് ഞാൻ കുത്തിക്കും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഡിറ്റക്റ്റീവ് പറയും, ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് 20 മില്യൺ പൗണ്ട് ചോദിച്ചതെന്ന്? അത് മൈക്കിളിൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമല്ല, മൈക്കിൾ ആർക്കാണോ ഈ ബിസിനസ് എല്ലാം വിൽക്കാൻ പോകുന്നത് അവൻ തന്നെ മൈക്കിളിനിട്ട് പണിയുകയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു, അതിനുകൂടെ ഉള്ളതാണ്. പിന്നെ മോനെ എനിക്കിട്ട് പണിയണമെന്നൊന്നും നീ വിചാരിക്കല്ലേ, ഞാനൊരു ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനെങ്ങാനും മരിച്ചു പോയാൽ ഇതിൻ്റെ കോപ്പിയെല്ലാം ആ റിപ്പോർട്ടറുടെ കയ്യിലെത്തും. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ ബോസ് അവതാളത്തിലാകും, നീ നാട് വിടേണ്ടി വരും. ഇതെല്ലാം കേൾക്കുന്ന അലക്സ് പറയും, ഓക്കെ ഞാൻ ഇപ്പോഴാണ് ഇംപ്രസ് ആയത്, എനിക്കറിയാവുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിനക്കറിയാം. അതിന് ഡിറ്റക്റ്റീവ്, ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്കിനി 72 മണിക്കൂറുണ്ട്, അതിൻ്റെ ഉള്ളിൽ 20 മില്യൺ പൗണ്ട്. ഓക്കെ മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഡിറ്റക്റ്റീവ് പോവുകയാണ്. അങ്ങേര് പോയി കഴിയുന്നേരം അലക്സ് ആരെയോ കോൾ ചെയ്ത് പറയാണ്, അവനിതാ ഇപ്പം ഇറങ്ങിപ്പോയിട്ടേ ഉള്ളൂ, വലിയ മിടുക്കനാണെന്ന വിചാരം. അലക്സ് ഇത് ആരോടാണ് സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. ഈ സമയം തൻ്റെ ഓഫീസിലിരിക്കുന്ന റിപ്പോർട്ടർ ഡിറ്റക്റ്റീവിനെ കാണാനായി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നേരം തൻ്റെ കാറിൻ്റെ മുന്നിൽ ഒരു വാൻ ഉണ്ടാരോ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പാർക്ക് ചെയ്ത ആളുകൾ ആരൊക്കെയാന്ന് വെച്ചാൽ ആ കോച്ചിൻ്റെ പയ്യന്മാരാണ്. ഇത് കാണുന്ന റിപ്പോർട്ടർ തൻ്റെ ഡ്രൈവറെ കാണിച്ചു കൊടുത്തു പറയും, ഇവനും വലിയ കരാട്ടയാ, നിങ്ങളെക്കാളും വലിയ കരാട്ടെ, മനസ്സിലായില്ലേ, ഇപ്പം തന്നെ മാറി നിൽക്ക്. എന്നാൽ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് കാണുമ്പോൾ ഡ്രൈവർ പറയും, ഞാൻ ബ്ലൂ ബെൽറ്റ് ആണ്, അവർ ബ്ലാക്ക് ആണെന്നാ തോന്നുന്നത്, എന്തായാലും ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവൻ മെല്ലെ കാറി കയറും. പിന്നെ ചിന്തിക്കാനൊന്നുമില്ല, അവരെല്ലാവരും കൂടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടറെ കിഡ്നാപ്പ് ചെയ്തു. പിന്നെ അങ്ങേര് കണ്ണു തുറക്കുന്നത് ആ വേനി വെച്ച് തന്നെയാണ്. തൻ്റെ മുന്നിലാണേൽ കോച്ചാണ് ഇരിക്കുന്നത്. തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്ന റിപ്പോർട്ടർ പറയും, എൻ്റെ വസ്ത്രം എല്ലാം തരുമോ, ഞാൻ ഇപ്പം തന്നെ പോയിക്കോളാം, ഞാൻ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല, നിങ്ങളൊക്കെ ആരാ? എന്നാൽ കോച്ച് പറയും, ഇന്നലെ രാത്രി നീയും പന്നിയും കൂടെയുള്ള ഒരു സിനിമ ഞാൻ ഷൂട്ട് ചെയ്തു, നല്ലൊരു സിനിമയായിരുന്നു, പക്ഷെ നീ കുറച്ച് ഓവറായോ എന്ന് എനിക്കൊരു സംശയം. അപ്പോഴേ കുടിക്കാനുള്ള ചായ എത്തി മുന്നിലേക്ക് നോക്കുന്നേരം ഒരു വലിയ പന്നിയുണ്ട്. ആ പന്നി ആരോ എന്തോ ചെയ്ത പോലെ കാണാൻ പറ്റും. അതിനിപ്പോൾ താനായിരിക്കുമോ എന്ന് റിപ്പോർട്ടർക്ക് ചെറിയൊരു പേടി. കോച്ച് പറയും, ഇന്നലെ രാത്രി നീ ആ മരുന്നും അടിച്ചോണ്ട് അതിൻ്റെ കൂടെ എന്തൊക്കെയാ ചെയ്തേ, അതെല്ലാം കൂടെ ഞാൻ സിനിമ ആക്കിയിട്ടുണ്ട്, അത് ഈ ലാപ്ടോപ്പിലുണ്ട്, നിനക്ക് തന്നെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേര് പുറത്തിറങ്ങും. അങ്ങനെ ആ വീഡിയോ കാണുന്ന റിപ്പോർട്ടർ ആർത്ത് വിളിക്കുന്നത് കേൾക്കാം. കോച്ചിന് ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ അലക്സ് ആണ്. അലക്സിനോട് കോച്ച് വന്ന് പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പയ്യന്മാർ നിങ്ങളോട് ചെയ്തത് വലിയ തെറ്റാണ്, അതിന് പകരമായി ഞാൻ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാന്ന്
അതുകൊണ്ട് അലക്സ് പറയുന്ന കാര്യങ്ങളാണ് കോച്ച് ചെയ്തു കൊടുക്കുന്നത്. ഇനി ഒരു പരിപാടി കൂടി ഉണ്ടെന്ന് പറയുന്ന നേരം കോച്ച് പറയും, ഞാൻ ഇപ്പം തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ, ഇത്രയും പോരെ. പക്ഷെ അലക്സ് പറയുമ്പോൾ ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അവർ രണ്ടുപേരും ഇപ്പം കൂട്ടുകാരെ പോലെയാണ് സംസാരിക്കുന്നത് തന്നെ. പിന്നെ കാണുന്നത് ആ അമേരിക്കൻ ബിസിനസ്സുകാരൻ മൈക്കിളിന്റെ ഫാക്ടറി കാണാനായിട്ട് വരുന്നതാണ്. മൈക്കിൾ എങ്ങനെയാണ് ഇതെല്ലാം കടത്തുന്നതെന്ന് അങ്ങേർക്ക് ഇപ്പം മനസ്സിലായി. ഇപ്പം ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേർക്ക് മനസ്സിലായി. ഇനി കച്ചവടം നടന്നാൽ മാത്രം മതി. എന്നാൽ അങ്ങേര് പറയും, മൈക്കിൾ ഇപ്പോൾ പഴയ പോലെയല്ല നിന്റെ ബിസിനസ്. നിനക്കറിയാലോ, കുറച്ച് പയ്യന്മാർ നിന്റെ അണ്ടർഗ്രൗണ്ടിൽ വന്നു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഇനി ആ സ്ഥലം പോലീസുകാർ കണ്ടെത്തിയ സ്ഥിതിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും പോലീസുകാർ മണത്ത് കണ്ടുപിടിക്കും. അതിൽ നിന്നൊക്കെ പുറത്തു വരാനായി 1-2 കൊല്ലം എടുക്കും. മാത്രമല്ല അതിൻ്റെ വിലയെല്ലാം ഇടിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഒന്നും നടക്കാത്ത ഈ 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാൻ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കാശ് കൊടുക്കേണ്ടിയും വരും. ഇതെല്ലാം കൂടെ വലിയ ചെലവാ. മുഴുവനായും നിനക്ക് 12 സ്ഥലങ്ങളുണ്ട്. ഒരു മാസം മുന്നേ നീ എന്നോട് 400 മില്യൺ ആയിരുന്നു ചോദിച്ചിരുന്നത്. അത് ന്യായമായൊരു വിലയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബാക്കിയുള്ള കണക്കെല്ലാം കുറച്ച് നോക്കുമ്പോൾ ഇപ്പോഴാ ബിസിനസിന്റെ വാല്യൂ $130 മില്യൺ മാത്രമാണ്. അമേരിക്കക്കാരൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുമ്പോഴും അങ്ങേർക്ക് പേടിക്കേണ്ട വലിയൊരു ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങേർക്ക് 2 ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ബിസിനസിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അവര് തൊട്ടടുത്തുണ്ടായിരുന്ന കണ്ടെയ്നറിനകത്തേക്കാണ് കയറി ചെല്ലുക. ബിസിനസ്സുകാരൻ പറയും, നീ ഇപ്പോൾ വലിയൊരു പടുകുഴിയിലാണ് പെട്ടിരിക്കുന്നത്. നീ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. നിനക്ക് ആദ്യം 100 മില്യൺ ഞാൻ തരാം, ബാക്കിയുള്ളത് പിന്നെ. എന്നാൽ മൈക്കിൾ ചോദിക്കും, എന്നെ പടുകുഴിയിലേക്ക് തള്ളിയിടാനായി ശ്രമിച്ചയാൾ ആരായിരിക്കും? അങ്ങേരാണെ ഒന്നും അറിയാത്തവനെ പോലെ, അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല, അതൊന്നും എനിക്കറിയില്ല എന്ന് പറയും. എന്നാൽ മൈക്കിൾ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പെട്ടിയെല്ലാം മാറ്റി അവിടെ കൊന്ന് കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്ന നിലയിൽ ഡ്രൈ ഐയെ കാണിച്ചു കൊടുക്കുക. ഈ ചൈനക്കാരനെയും നിനക്കറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് അറിയില്ല എന്ന് പറയും. അങ്ങനെ മൈക്കിൾ വന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കുന്നേരം ആ ബിസിനസ്സുകാരൻ്റെ ബോഡി ഗാർഡ്സിനെ കാണുന്നില്ല. അവിടെ മൈക്കിളിൻ്റെ ബോഡി ഗാർഡ്സ് മാത്രമേ ഉള്ളൂ. മൈക്കിൾ പറയും, നീ പേടിക്കണ്ട, അവരെ ഇവര് സേഫാക്കി വെച്ചിട്ടുണ്ട്. കൂടെ മൈക്കിള് ആ ഡിക്റ്റേറ്റീവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് പോലെയുള്ള ആ അമേരിക്കൻ ബിസിനസ്സുകാരനും ആ ഡ്രൈ ഐയും ഒരുമിച്ചിരിക്കുന്ന ആ വീഡിയോ കാണിച്ചു കൊടുക്കും. ഇപ്പോഴും നിനക്ക് ഇവനെ മനസ്സിലായില്ലേ? നീ തന്നെ എനിക്കിട്ട് പണിഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാണോ നീ വിചാരിച്ചേ? ഞാനൊരു മണ്ടനാണെന്ന് നീ വിചാരിച്ചോ? എന്തായാലും നിന്റെ കണക്കിൽ തന്നെ നമുക്കിത് അവസാനിപ്പിക്കാം. ഞാൻ നിന്നോട് $400 മില്യൺ ആയിരുന്നു ചോദിച്ചിരുന്നത്. നീ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നത് $130 മില്യൺ. 400ൽ നിന്ന് 130 കുറച്ചാൽ $270 മില്യൺ. അത് നീ എനിക്ക് തരണം. നീ അതെനിക്ക് തരില്ലെന്നാണേൽ -25 ഡിഗ്രിയുള്ള ആ കണ്ടെയ്നറിനകത്തേക്ക് നീ കയറി ചെല്ലും. നിനക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങണേൽ $270 മില്യൺ നീ എനിക്ക് തരണം. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നാണ്, എനിക്ക് പണത്തോട് വലിയ ആർത്തിയൊന്നുമില്ല. പക്ഷെ നീയൊക്കെ എൻ്റെ ഭാര്യയോട് കാണിച്ചതിന് ഈ വിലയൊന്നും ഒരിക്കലും മതിക്കില്ല. എനിക്ക് അതിൻ്റെ ഒപ്പം തന്നെ നിന്റെ ബോഡിയിൽ നിന്ന് നിന്റെ ഇറച്ചിയുടെ ഒരു കഷ്ണം കൂടെ വേണം. അതുകൂടെ കേൾക്കുന്ന നേരം അങ്ങേരാകെ പേടിക്കും. ഇറച്ചി വെട്ടുകാരൻ്റെ മുന്നിൽ പെട്ട പന്നിയുടെ അവസ്ഥയാണ് ഇപ്പം അങ്ങേർക്ക്. എന്തായാലും അങ്ങേര് കാണിച്ചതിനുള്ള പണി അങ്ങേർക്ക് തന്നെ കിട്ടി. പിന്നെ വീണ്ടും നമ്മൾ ഡിക്റ്റേറ്റീവിനെയും അലക്സിനെയാണ് കാണുന്നത്. അവരുടെ കൂടെ തന്നെ ഇപ്പോൾ കോച്ച് കൂടെയുണ്ട്. എന്നാൽ ഈ കോച്ച് ആരാണെന്നുള്ള കാര്യം ഡിക്റ്റേറ്റീവിന് അറിയില്ല. ചോദിക്കുന്നുണ്ടെങ്കിലും അലക്സ് അത് പറഞ്ഞു കൊടുക്കില്ല. എൻ്റെ കാശ് എവിടെ അലക്സ് എന്ന് ചോദിക്കുമ്പോൾ അലക്സ് പറയും, നിന്റെ മുന്നിലെ പെട്ടിയില്ലേ, അതൊന്ന് തുറന്നു നോക്ക്. അത് തുറന്നു നോക്കുന്നേരം അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന മൈക്കിളിനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം ആ പെട്ടിയിലുണ്ട്. അതെങ്ങനെ അവിടെ എത്തിയെന്ന് അങ്ങേർക്ക് മനസ്സിലായില്ല. കൂടെ തന്നെ കോച്ച് പറയും, ഈ പെട്ടി കൂടെ തുറന്നു നോക്ക്. അങ്ങേര് പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ മറ്റൊരു കോപ്പി ഞാൻ ഇൻഷുറൻസ് എല്ലാം എടുത്ത് സേഫാക്കി വെച്ചിരിക്കുകയാണെന്ന്. ആ ഇൻഷുറൻസ് എടുത്ത സേഫാക്കി വെച്ച ആ ഡോക്യുമെന്റ്സ് ആണ് രണ്ടാമത്തെ പെട്ടിയിൽ കാണാൻ പറ്റുന്നത്. അതെങ്ങനെ അലക്സിന്റെ കയ്യിൽ കിട്ടിയെന്ന് വെച്ചാൽ ഡിക്റ്റേറ്റീവ് ആദ്യം തന്നെ അലക്സിന്റെ വീട്ടിലേക്ക് വന്നില്ലായിരുന്നോ, അന്ന് ഭീഷണിപ്പെടുത്തി. അന്ന് തന്നെ അലക്സ് അറിഞ്ഞുകൊണ്ടാണ് ഡിക്റ്റേറ്റീവിന് മദ്യവും ബാർബിക്യൂവും എല്ലാം കൊടുത്തിരുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് മൂത്രമൊഴിക്കാനുണ്ടായി. മൂത്രമൊഴിക്കാനായി അകത്തേക്ക് കയറി ചെല്ലുന്നേരം ഷൂസ് അഴിച്ചു വെക്കണമെന്ന് അലക്സ് പറഞ്ഞിരുന്നല്ലോ. ആ സമയം അലക്സ് അങ്ങേരുടെ ഷൂസിൽ ഒരു ട്രാക്കർ വെച്ചു. അങ്ങനെ ആ ട്രാക്കറും കൊണ്ടാണ് അങ്ങേര് ആ പെട്ടി ഏതോ ഒരു വീട്ടിൽ കൊണ്ട് സേഫാക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട് ഏതാണെന്ന് മനസ്സിലായി. കൂടെ ഇതിന്റെ കോപ്പി ഒരു സ്ഥാപനത്തിൽ ഇൻഷുറൻസിന് വെച്ചിരിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. ശരിക്കും ഇൻഷുറൻസിനൊന്നും അല്ല അത് വെച്ചിരിക്കുന്നത്. ഏതോ ഒരു ലോക്കർ കടയിൽ ലോക്കറിലാണ് അത് ഒളിപ്പിച്ച് വെച്ചിരുന്നത്. എന്തായാലും ട്രാക്കർ ഉള്ളത് കൊണ്ട് അതെല്ലാം മനസ്സിലായി. അതെല്ലാം അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ അതിലും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഡിക്റ്റേറ്റീവ് വിചാരിച്ചിരുന്നത് ആ അമേരിക്കൻ ബിസിനസ്സുകാരൻ മൈക്കിളിനെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം അങ്ങേര് മാത്രമാണ് കണ്ടുപിടിച്ചതെന്നല്ലേ. എന്നാൽ ശരിക്കും അതങ്ങനെയല്ല. അലക്സും അതെപ്പോഴേ കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. ഡിക്റ്റേറ്റീവ് ആ റിപ്പോർട്ടർക്ക് വേണ്ടി എന്ത് ജോലിയായിരുന്നോ ചെയ്തിരുന്നത് അതുപോലെ തന്നെയായിരുന്നു അലക്സ് മൈക്കിളിന് വേണ്ടി ജോലി ചെയ്തിരുന്നത്. മൈക്കിളിനെ ഡിക്റ്റേറ്റീവ് ഫോളോ ചെയ്യുന്നേരം ഡിക്റ്റേറ്റീവിനെ അലക്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അങ്ങേര് അറിഞ്ഞില്ല, ഡിക്റ്റേറ്റീവ് അറിഞ്ഞില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അങ്ങേർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അലക്സും കോച്ചും കൂടെ അങ്ങേരെ പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിയിൽ പൂട്ടി വെക്കും. ഇപ്പോൾ അലക്സ് പറഞ്ഞിരുന്ന കോച്ചിന്റെ പണിയെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അലക്സിനോട് ഒരു ടാറ്റയും പറഞ്ഞുകൊണ്ട്
കോച്ച് അവിടുന്ന് പോകും. ഈ സമയം പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഡിക്റ്റേറ്റീവ് വിളിച്ചു പറയും, ശരിക്കും മൈക്കിളിന്റെ പിന്നാലെ ആ ഡ്രൈ അയ്യോ ആ ബിസിനസ്സുകാരനോ ഒന്നുമല്ല നടക്കുന്നത്, അതാരാന്ന് എനിക്കറിയാം. മൈക്കിളിന്റെ ജീവൻ എങ്ങനെയാണോ അപകടത്തിൽ പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നിന്റെ ജീവനം കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇതെല്ലാം കേൾക്കുന്ന അലക്സ് പെട്ടി തുറന്നെടുക്കും. ഈ സമയം പുറത്തേക്ക് പോയിരുന്ന കോച്ച് കാറിൽ ചെന്ന് ഇരിക്കുമ്പോഴാണ് പയ്യന്മാരെ കോൾ ചെയ്ത് പറയാ, നിങ്ങൾ പറഞ്ഞ കാര്യം എന്തായാലും ഞങ്ങൾ ഏറ്റു. മൈക്കിളിന്റെ കാര്യം നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഇത് ഇറങ്ങാണെന്ന് പറയും. അതിന് കോച്ച് എന്ത് കാര്യം, ആര് പറഞ്ഞ കാര്യം എന്നാ പറഞ്ഞു കഴിയുന്നതിന് മുന്നേ പയ്യന്മാരെ കോള് കട്ട് ചെയ്തു. ഈ സമയമാണ് അലക്സിന്റെ വീട്ടിലേക്ക് 2 പേര് ഗേറ്റും പൊളിച്ചുകൊണ്ട് കയറിപ്പോകുന്ന അങ്ങേര് കാണുക. ഇവിടെ പെട്ടിന്ന് പുറത്തു വന്ന ഡിക്റ്റേറ്റീവ് പറഞ്ഞു കൊടുക്കും, ശരിക്കും മൈക്കിളിന്റെ പിന്നാലെ നടക്കുന്നത് ആ റഷ്യൻ ബിസിനസ്സുകാരനാണ്. ഏത് റഷ്യൻ ബിസിനസ്സുകാരനെന്ന് വെച്ചാൽ അവർ കൊന്നുപോയിട്ടുള്ള, അതായത് അലക്സും ടീമും പോയപ്പോൾ മേലേന്ന് താഴേക്ക് വീണ് മരിച്ചിരുന്ന ഒരു പയ്യനില്ലായിരുന്നോ, അവന്റെ അച്ഛന്റെ ആളുകളാണ് അവർ ഇപ്പൊ കൊല്ലാനായി നടക്കുന്നത്. ഡിക്റ്റേറ്റീവ് പറയും, നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാകും അങ്ങേരുടെ മകനെ നിങ്ങളാണ് കൊന്നതെന്ന് അങ്ങേർക്ക് എങ്ങനെ മനസ്സിലായെന്ന്. ആ ഒരു കാര്യം അങ്ങേർക്കാരോ ചോർത്തി കൊടുത്തു. അതാരാന്ന് വെച്ചാ അത് ഞാൻ തന്നെയാ. കാശിന് വേണ്ടി ചെയ്ത പണിയാണ്. പക്ഷെ അവർ പറഞ്ഞു നിങ്ങളെല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ട് എൻ്റെ കാശ് തരാമെന്ന്. പക്ഷെ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ അവരുടെ കയ്യിൽ നിന്ന് പാളി. ശരിക്കും നേരത്തെ കഫേയിൽ വെച്ച് മൈക്കിളിനെ കൊല്ലാനായി ഒരുത്തം വന്നില്ലായിരുന്നോ, അത് ശരിക്കും ഡ്രൈ ഐയുടെ ആളല്ലായിരുന്നു. അത് ഈ കൊല്ലപ്പെട്ട പയ്യന്റെ അച്ഛൻ്റെ ആൾക്കാരായിരുന്നു. അതായത് ആ റഷ്യൻ ബിസിനസ്സുകാരൻ്റെ ആൾക്കാരായിരുന്നു മൈക്കിളിനെ നേരത്തെ കൊല്ലാനായി വന്നിരുന്നത്. പക്ഷെ അത് പാളി. പക്ഷെ അടുത്ത വാട്ടി അവർക്കൊരിക്കലും മിസ്സാവില്ല. ഇത് കേൾക്കുന്ന അലക്സ് പെട്ടെന്ന് തന്നെ മൈക്കിളിന് മെസ്സേജ് ചെയ്യും, ബോസ് ഡോണ്ട് ഗെറ്റ് ഇൻ ദ കാർ. എന്നാൽ കാറിൽ വെച്ചാണ് മൈക്കിൾ ഈ മെസ്സേജ് കാണുന്നത്. മുന്നിലേക്ക് നോക്കുന്ന നേരം ഒരുത്തൻ ഗണ്ണായിട്ട് നിൽക്കുന്നുണ്ട്, മറ്റൊരുത്തൻ കാർ ഓടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെയൊക്കെ മനസ്സിലായി ഇത് തൻ്റെ അവസാന നിമിഷമാണെന്ന്. ഈ സമയം അലക്സ് നിൽക്കുന്ന സ്ഥലത്ത് പെട്ടെന്നാണ് 2 ഗണ്ണൊച്ചല്ല ബുള്ളറ്റ് ഒച്ചയല്ല വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കുക. എന്തായാലും കേട്ടല്ലോ, അത് മതി. എന്നാൽ അപ്പം തന്നെ ഡിക്റ്റേറ്റീവ് അവിടുന്ന് എസ്കേപ്പായി. എന്നാൽ നമ്മൾ നേരത്തെ കണ്ടാണ് 2 പേര് ഗേറ്റും പൊളിച്ചോണ്ട് അകത്തേക്ക് കയറി വരുന്നത്. അതാ റഷ്യക്കാരാണ്. അവരിപ്പോഴവിടെ എന്താണ് ചെയ്തതെന്നറിയില്ല. എന്നാൽ ചെന്നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഉള്ളിലേക്ക് വന്നിരിക്കുന്ന 2 പേരെയും കോച്ചിപ്പോൾ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുക. സത്യം പറഞ്ഞാൽ കോച്ചിപ്പോൾ അലക്സിന്റെ നല്ലൊരു കൂട്ടുകാരനായി മാറിയിട്ടുണ്ട്. ഈ സമയം മൈക്കിളാണേൽ തൻ്റെ തലക്ക് നേരെ ഷോട്ട് വരുന്ന കാത്തിരിക്കുക, അല്ലെങ്കിൽ അവർ മൈക്കിളിനെ അങ്ങോട്ടോ കൊണ്ടുപോവാണ്. അപ്പോഴാണ് കാറിന് മുന്നിലേക്ക് മറ്റൊരു വാന് വരുന്നത്. ഈ വാന് നമുക്കറിയുന്ന വാനാണ്, ആ കോച്ചിന്റെ പയ്യന്മാരുടെ വാനാണ്. വാന് തുറന്ന പയ്യന്മാരെ കാണുമ്പോൾ തന്നെ മൈക്കിൾ പെട്ടെന്ന് തന്നെ താഴേക്ക് മാറും. അത് കാണുമ്പോൾ തന്നെ അവര് കാറിലേക്ക് പടപടപടാന്ന് ഷൂട്ട് ചെയ്ത് മൈക്കിളിനെ കൊണ്ടുപോകാനിരുന്ന 2 പേരെയും ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അങ്ങനെ ഇപ്പം എല്ലാം അവസാനിച്ചു. ഇപ്പോഴീ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഡിക്റ്റേറ്റീവ് ഏതോ ഒരു പ്രൊഡ്യൂസർക്ക് സിനിമാ കഥയായി പറഞ്ഞു കൊടുക്കാണ്. എന്നാൽ ഇതെല്ലാം പറഞ്ഞു കഴിയുന്ന നേരം പ്രൊഡ്യൂസർ ചോദിക്കും, അല്ല ഇപ്പൊ മൈക്കിൾ എവിടെ? മൈക്കിളിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അതിന് ഡിക്റ്റേറ്റീവ്, അതിപ്പോൾ പറയാൻ പറ്റില്ല, അത് സിനിമയുടെ 2ാം ഭാഗത്തിലാണ് ഞാൻ പറയാം. എന്തായാലും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. പക്ഷെ എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, നാട് വിട്ടേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് പുറത്തേക്ക് ഓടി വന്ന് ഒരു ടാക്സിയിൽ കയറും. പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ വാൻ ഓടിക്കാനായി ഇരിക്കുന്നത് നമ്മുടെ അലക്സ് ആണ്. അലക്സിനെ കാണുന്ന നേരം, അലക്സ് നീ എന്തൊക്കെ ജോലിയാ ചെയ്യുന്നതെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടാനായി നോക്കും. എന്നാൽ കാറ് ലോക്കാണെന്ന് മനസ്സിലാകുമ്പോൾ ഒരു ചെറിയ ചിരിയോടെ അവിടെ തന്നെ ഇരിക്കും. അലക്സ് പറയും, ഇനി നമുക്കൊരു കളി കളിച്ചാലോ എന്ന്. ഈ സമയം മൈക്കിളിന്റെ അടുത്തേക്ക് ഭാര്യ വന്ന് പറയാണ് അലക്സ് ഡിക്റ്റേറ്റീവിനെ പൊക്കിയെന്ന്. ഈ സമയം മൈക്കിള് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്, രാജാവാകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, രാജാവിനെ പോലെ അഭിനയിച്ചിട്ടും കാര്യമില്ല. ശരിക്കും ഒരു രാജാവായിരിക്കണം, അതിലൊരു സംശയം വരാൻ പാടില്ല. സംശയങ്ങൾ നമ്മൾ എപ്പോഴും പ്രശ്നത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും. എന്നാൽ ഈ ഒരു കാര്യം മൈക്കിളിന് അവന്റെ ഭാര്യ, അതായത് അവന്റെ റാണിയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈ സമയം റാണിയാണേൽ എന്തോ ഒരു ലക്ഷ്യം വെച്ചാണ് മൈക്കിളിന്റെ അടുത്തേക്ക് ചെന്നിട്ടുള്ളത്. അങ്ങനെ അവൾ വാതിലടയ്ക്കുന്നതോടുകൂടെ ദ ജെന്റിൽമാൻ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥ എങ്ങനെ ഞാൻ നിങ്ങളോട് പറയുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞൊപ്പിച്ചു. സിനിമയിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തേലും ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ സിനിമ മുഴുവനും നമുക്ക് മനസ്സിലാവാനായി പോകുന്നില്ല. എന്തായാലും കിടിലം മേക്കിങ്ങും ക്യാരക്ടേഴ്സും സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ഒക്കെയായി ഒരു കിടിലം സിനിമ. ഈ ജേണറിലല്ലെങ്കിലും ഇതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നൊരു സിനിമ അത് രേഖാചിത്രമാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെയുള്ള കഥയൊക്കെ എങ്ങനെയാണ് ഓരോ ആളുകളുടെ തലയിൽ വരുന്നതെന്ന്. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.